എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കൊവാക്കയും ഹേമാവരിയായിരിക്കും കാണിക്കുക. കൊവാക്കി ആണെങ്കിൽ അക്കാദമിയിൽ ഒരുപാട് ബുക്സൊക്കെ ആയി അവൻ്റെ ക്ലാസ് റൂമിലേക്ക് വരികയാണ്. കൊവാക്കി പറയും, ഇന്നെനിക്ക് ഇവിടെ ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് എത്താൻ അല്പം ലേറ്റ് ആവും. അതിന് ഹേമാവരി ആണെങ്കിൽ അത് കുഴപ്പമില്ല, ഞാനിന്ന് പ്രിൻസസിന്റെ കൂടെ പുറത്തു പോവാണ്, ഞങ്ങൾക്ക് ചില പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊവാക്കി ആണെങ്കിൽ അത് കേട്ട് ഒരല്പം ടെൻസ്ഡ് ആവും. അതിന് ഹീമാവരി പറയും, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളോടൊപ്പം അവളുടെ സെക്യൂരിറ്റി കാർഡും ഉണ്ട്, എന്തിനു പോകുന്നു, ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവളങ്ങനെ ഹായ് ആയിട്ട് നടന്നു പോവാണ്. അത് കേട്ട് കൊവാക്കിയും പതിയെ അവളെ നോക്കി ചിരിച്ച് ക്ലാസ് റൂമിലേക്ക് പോകും. ഹേമാവരി ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആ പിങ്ക് പെണ്ണിൻ്റെയും കണ്ണാടി പെണ്ണിൻ്റെ അടുത്തേക്ക് വരും. ഹേമാവരി ആണെങ്കിൽ ആ പിങ്ക് പെണ്ണിനോട് ക്യാഷ്വലായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അതിനവൾ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് മുൻപിലേക്ക് അങ്ങനെ നടന്നു പോവാണ്. ആ കണ്ണാടി പെണ്ണ് അവൾ ഹേമാവരിയോട് പറയും, അവളുടെ പെരുമാറ്റത്തിൽ നിനക്ക് വിഷമമൊന്നും തോന്നരുത്, അവൾ വലിയ ആക്ട്രസിന്റെ മകളാണ്, ഇതിന്റെ ചെറിയൊരു പ്രശ്നം അവൾക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഹാപ്പി ആയിട്ട് നടന്നു വരികയാണ്. ആ കണ്ണാടി പെണ്ണിന്റെ അമ്മയാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഗേറ്റിന് മുൻപിൽ നിൽപ്പുണ്ടാവും. കണ്ണാടി പെണ്ണാണെങ്കിൽ പിങ്ക് പെണ്ണിനോടും ഹേമാവരിയോടും ടാറ്റ ബൈബി ഒക്കെ പറഞ്ഞ് അങ്ങനെ കടന്നു പോവാണ്. അപ്പൊ ലോങ് ഷോട്ടിലെ കവാക്കി അവൻ ഈ കാഴ്ചയെല്ലാം കണ്ട് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. പിങ്ക് പെണ്ണും ഹേമാവരിയും അവർ രണ്ടുപേരും ഇപ്പൊ പുറത്തേക്ക് നടന്നകലാണ്. കട്ട് ചെയ്ത ലോങ് ഷോട്ടിലായിട്ട് രണ്ട് വില്ലന്മാര് അവരാണെങ്കിൽ എടുത്തു ചാടി വന്ന് ഹേമാവരിയെയും ആ പിങ്ക് പെണ്ണിനെയും അവർ രണ്ടുപേരെയും തൂക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോവാണ്. ഹേമാവരിയായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ അവളുടെ ഒരു ചെയിൻ അതവിടെ ഊരി വീഴും. വില്ലന്മാരാണെങ്കിൽ അവരെ രണ്ടുപേരെയും അവരുടെ താവളത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഹേമാവരി ആണെങ്കിൽ ഇപ്പോൾ ആ പിങ്ക് പെണ്ണോട് ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അതിനവള് പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. പണത്തിന് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ഇവർ നമ്മളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക, എത്രയും വേഗം എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറയും. അടുത്ത നിമിഷം അവരുടെ മെയിൻ ബോസ് അവിടേക്ക് വരികയാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് കവാക്കിയുടെ അടുത്തേക്ക് പ്രിൻസസും അവളുടെ അസിസ്റ്റന്റും വരും. പ്രിൻസസ് ആണെങ്കിൽ കവാക്കിയോട് ചോദിക്കും, കവാക്കി, നീ ഹേമാവരിയെ അവളെ കണ്ടോ? അവൾ ആക്ച്വലി എൻ്റെ കൂടെ പുറത്തു വരാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തതാണ്, ഇതുവരെ അവളെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഹേമാവരി അവൾ എനിക്ക് തരുന്ന പ്രോമിസ് അത് ബ്രേക്ക് ചെയ്യുന്നത്. അത് കേട്ട് കൊവാക്കി അവൾ ഷോക്ക് ആവുകയാണ്. അയ്യോ ഇല്ല, നിന്റെ കൂടെ വരാനാണ് അവൾ യാത്ര പറഞ്ഞ് ഇവിടുന്ന് പോയത്, അവൾ അവിടേക്ക് എത്തിയില്ലേ? അതിന് പ്രിൻസസ് ആണെങ്കിൽ എത്തിയിട്ടില്ല എന്ന് മറുപടി പറയും. അവൻ ടെൻഷനായി ചുറ്റും നോക്കും. അപ്പം അവൻ കാണും ദൂരത്തായിട്ട് അവളുടെ ചെയിൻ അങ്ങനെ വീണ് കിടക്കുകയാണ്. അവനാണെങ്കിൽ ആ ചെയിൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഹേമാവരിയുടേതാണെന്ന്. എന്തോ ഒരു ബാഡ് സൈൻ അത് സംഭവിച്ചിട്ടുണ്ട്. ആ പിങ്ക് പെണ്ണും ഹേമാവരിയും അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പുറത്തേക്ക് പോയത്. സോ ആ പിങ്ക് പെണ്ണിനെ കണ്ട് അവളോട് കാര്യം തിരക്കാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ ആ പിങ്ക് പെണ്ണിനെ അന്വേഷിച്ചു പോകും. അതേസമയം ആ മെയിൻ വില്ലൻ അവൻ ആ പിങ്ക് പെണ്ണിന്റെ അടുത്തേക്ക് വന്ന്, നീ ആ ഫേമസ് ആക്ട്രസിന്റെ മകളല്ലേ, നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവളുടെ മുഖത്തങ്ങനെ ആഞ്ഞടിക്കും. അവർക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവൾ ഫുൾ കലിപ്പില് അങ്ങനെ പല്ല് കടിക്കുകയാണ്. അതിനാ മെയിൻ വില്ലൻ അവനാണെങ്കിൽ ഹേമാവരിയോട് പറയും, നീ ഹൊക്കാഗയുടെ മകളല്ലേ, ഞാൻ നിന്നെ ഓൾറെഡി കണ്ടിട്ടുണ്ട്, നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു എക്സ്ട്രാ ബോണസ് ആണ്, ഹൊക്കാഗയുടെ ശത്രുക്കൾക്ക് നിന്നെ വലിയ തുകയ്ക്ക് ഞങ്ങൾ വിൽക്കുമെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ കൊവാക്കിയും പ്രിൻസസും അവളുടെ അസിസ്റ്റന്റും അവർ മൂന്ന് പേരും കൂടെ ആ പിങ്ക് പെണ്ണിന്റെ അടുത്തേക്ക് വരികയാണ്. അവിടെ ജോലി ചെയ്യുന്നവരെല്ലാവരും ഒരു ലെറ്റർ വായിച്ച് അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. പ്രിൻസസ് ഉടനെ ആ ലെറ്റർ മേടിച്ച് വായിച്ചു നോക്കും. അതില് ആ വില്ലന്മാര് പിങ്ക് പെണ്ണിനെ കടത്തിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ലെറ്റർ ആയിരിക്കും. കവാക്കിക്കാണെങ്കിൽ ആ ലെറ്ററിലുള്ള കാര്യം അത് വായിക്കുമ്പോൾ തന്നെ പിടികിട്ടും. പിങ്ക് പെണ്ണിനോടൊപ്പം ഹേമാവരിയെയും അവർ തട്ടിക്കൊണ്ടു പോയെന്ന്. അവരാണെങ്കിൽ ഇപ്പോൾ കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിക്കുകയാണ്. അതേസമയം ഇവിടെ ആ പിങ്ക് പെണ്ണ് അവൾ ഒരുപാട് വിഷമത്തിൽ ഹേമാവരിയോട് പറയും, ഞാൻ കാരണം നിനക്കും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായി, സത്യത്തിൽ എൻ്റെ അമ്മ ഒരിക്കലും എനിക്ക് വേണ്ടി പണം അത് കൊടുക്കാൻ തയ്യാറാവില്ല, അമ്മയ്ക്ക് എനിക്ക് എന്ത് സംഭവിച്ചാലും യാതൊരു കുഴപ്പമില്ല എന്ന് പറയും. ഹേമാവരി ആണെങ്കിൽ അത് കേട്ട് ഷോക്കായി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കും. അതിനവളാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയില്ല. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ തയ്യാറാവാതെ അങ്ങനെ മുഖം താഴ്ത്തി നിൽക്കും. ഹേമാവരി ആ പിങ്ക് പെണ്ണിനെ ആശ്വസിപ്പിക്കും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും ബിഗ് ബ്രോ ആള് നമ്മളെ തേടി ഇവിടേക്ക് വരുന്നു പറയും. അപ്പോൾ അവർ തട്ടിക്കൊണ്ടുവന്ന ആ രണ്ട് ചോട്ടാ വില്ലന്മാര് അവരിപ്പോ നമ്മുടെ ഹേമാവരിയോട് ചോദിക്കും, സത്യത്തിൽ നീ ഹൊക്കാഗയുടെ മകൾ തന്നെയാണോ? അതിനവള് പറയും അതെ. അത് കേട്ട് അവർ രണ്ടുപേരും കൂടുതൽ പേടിക്കുകയാണ്. ഹൊക്കാഗ ആള് തടഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളെ പണിഷ് ചെയ്യും,
ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും അക്കാദമിയിലെ വീക്ക് സ്റ്റുഡൻസ് ആയിരുന്നു. കാര്യങ്ങളൊന്നും പഠിക്കാൻ കഴിയാതെ പ്രത്യേകിച്ച് ജോലിയും നേട്ടങ്ങളും ഒന്നുമില്ലാതെ അലഞ്ഞു നടന്ന രണ്ടുപേര്. ഞങ്ങൾ ജീവിക്കാൻ ഒരു ഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ടീമിലേക്ക് വന്നത്. ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ ഒരു റോക്ക് നിഞ്ചയാണ്. ആൾക്ക് ഒരുപാട് പവറുകളുണ്ട്. സോ ആളെ സഹായിച്ച് ഞങ്ങൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യം ഹൊക്കാഗെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പണിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് അവരങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അതിന് ഈമാവരിയാണെങ്കിൽ ആശ്വസിപ്പിക്കും. നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ അത് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ചെയ്ത ഈ ഒരു തെറ്റ് അത് തിരുത്തി ഹൊക്കാഗെയോട് മാപ്പ് പറയാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങളോട് ക്ഷമിക്കുമെന്ന് പറയും. അത് കേട്ട് അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രതീക്ഷ തോന്നുകയാണ്. അടുത്ത നിമിഷം ആ മെയിൻ വില്ലൻ അവൻ അവിടേക്ക് വന്ന് ഫയർ സ്റ്റൈൽ പവർ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യും. യു ഗൈസ് ആർ അൺബിലീവബിൾ. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇവരോട് സംസാരിക്കും ചോദിച്ച് അവരെയും ഒരു ഭാഗത്ത് ഇരുത്തുകയാണ്. കട്ട് ചെയ്ത ഇവിടെയാണെങ്കിൽ കൊവാക്കിയും പ്രിൻസസും അസിസ്റ്റന്റും അവർ 3 പേരും നടന്ന കാര്യങ്ങൾ ആ കണ്ണാടി പെണ്ണിനോട് പറയും. അവളാണെങ്കിൽ ടെൻഷനായി. ആക്ച്വലി അൺയൂഷ്വലായിട്ട് അവിടെ ഞാൻ ആരെയും കണ്ടില്ല. പിങ്ക് പെണ്ണിൻ്റെ അമ്മയും എൻ്റെ അമ്മയും ചെറുപ്പം മുതലേ നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ എനിക്ക് അവളെ നന്നായിട്ട് അറിയാം. നിങ്ങൾ കരുതും പോലെ പിങ്ക് പെണ്ണ് അവളൊരു ബാഡായിട്ടുള്ള കുട്ടിയല്ല. തീർച്ചയായിട്ടും അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റുമെന്ന് പറഞ്ഞ് അവൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതേസമയം ഇവിടെ ഹേമാവരി അവൾ നൈസായി ആ പിങ്ക് പെണ്ണിനോട് പറയും, നീ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഹേമാവരി ആണെങ്കിൽ അവളുടെ സൈസ് ചെറുതാക്കി ആ കയറിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഹേമാവരി ആണെങ്കിൽ അവളുടെ കെട്ടഴിച്ച് ഇപ്പൊ പിങ്ക് പെണ്ണിനെ കെട്ട് അത് അഴിച്ചു വിടുകയാണ്. അതിനുശേഷം ആ വില്ലന്റെ അടുത്തേക്ക് വന്ന് ായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവർ രണ്ടുപേരുടെയും ഫൈറ്റിംഗ് സ്കില്ലൊക്കെ ഉപയോഗിച്ച് പരസ്പരം ഫൈറ്റ് ചെയ്യാണ്. ഫൈറ്റിന്റെ ഒടുവിൽ ഹേമാവരി അവളുടെ വ്യാഹു കണ്ണ് അവേക്കം ചെയ്ത് അവനെ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ അവൻ താഴെ വീഴും. ഹേമാവരി ആണെങ്കിൽ ഇന്ന് രക്ഷപ്പെട്ട് ഓടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം അവൻ അവളുടെ കാല് പിടിച്ച് വലിച്ച് അവൾ അങ്ങനെ തൂക്കിയെടുക്കും. ഇത്ര എളുപ്പത്തിൽ നിനക്കെന്നെ അടിച്ചു തോൽപ്പിച്ച് ഇവിടുന്ന് പോകാനായിട്ട് കഴിയില്ല എന്ന് പറയും. അതിനാ പിങ്ക് പെണ്ണാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിച്ച് പറയും, നിങ്ങൾക്ക് ആവശ്യം എന്നെയല്ലേ, മര്യാദയ്ക്ക് ഹേമാവരിയെ അവളെ വെറുതെ വിടാനായിട്ട് പറയും. അസിസ്റ്റൻസ് ആണെങ്കിൽ അവന്റെ 2 കാലിലും പിടിച്ച് അവനോട് അവളെ വിടാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അതിൽ കൺട്രോൾ പോയ ആ വില്ലൻ അവരെ രണ്ടുപേരെയും ചവിട്ടി തെറിപ്പിക്കും. പിന്നീട് ഹേമാവരി അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുന്ന അതേ സമയം അവിടേക്ക് ചാടി വന്ന കവാക്കി ആ വില്ലനെ ചവിട്ടി താഴെയിടും. കവാക്കിയോടൊപ്പം പ്രിൻസസും ആ അസിസ്റ്റന്റും കണ്ണാടി പെണ്ണും അവരെല്ലാവരും അവിടേക്ക് വരികയാണ്. കവാക്കി ആണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾ ഓക്കെ അല്ലേ? അവര് പറയും, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഓക്കെയാണ്. കവാക്കി അവരോടെല്ലാവരോടും അവിടുന്ന് മാറാൻ പറയും. ഇവന്റെ കാര്യം അത് ഞാൻ നോക്കൂന്ന് പറഞ്ഞ് കവാക്കി ആ മെയിൻ വില്ലനുമായിട്ട് പൊരിഞ്ഞ അട്ടയിടി ബഹളം. വില്ലനാണെങ്കിൽ ഫയർ സ്റ്റൈൽ പവർ അതുപയോഗിച്ച് ഇപ്പൊ കൊവാക്കി അറ്റാക്ക് ചെയ്യാണ്. അടുത്ത നിമിഷം കൊവാക്കി അവൻ ആ ഫയർ സ്റ്റൈലിലൂടെ പുറത്തേക്ക് വന്ന് അവനെ ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടിയിൽ കൺട്രോൾ പോയി അവൻ അങ്ങനെ അടിച്ച് താഴെ വീഴും. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ആൾക്കാർ ആ വില്ലനെ തകർത്തു. അപ്പം അവിടേക്ക് പോലീസ് വന്ന് ആ വില്ലന്മാരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാണ്. ഹേമാവരി ആണെങ്കിൽ അസിസ്റ്റൻസ് വില്ലന്മാരോട് ഹാപ്പി ആയിട്ട് സംസാരിക്കും. നിങ്ങളാണ് ലാസ്റ്റ് ടൈം ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടത്. തീർച്ചയായിട്ടും രക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ലൈഫ് ഉണ്ടാവണമെന്ന് പറയും. അതിനവരും ഓക്കെ പറഞ്ഞ് കടന്നു പോവാണ്. ഇവിടെ പിങ്ക് പെണ്ണിന്റെ അമ്മ അവളെല്ലാം മറന്ന് ഓടി വന്ന് ഇപ്പോൾ അവളെ ഹഗ് ചെയ്യാണ്. അവൾക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇപ്പോഴാണ് അവളുടെ അമ്മയുടെ സ്നേഹം അവൾ മനസ്സിലാക്കുന്നത്. കണ്ണാടി പെണ്ണാണെങ്കിൽ ഇപ്പൊ പിങ്ക് പെണ്ണിനോട് പറയും, ആക്ച്വലി നിന്റെ അമ്മയ്ക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. നീ പലതവണയായിട്ട് നിന്റെ അമ്മയെ തെറ്റിദ്ധരിക്കുകയായിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ അതമ്മ എടുത്തു കളഞ്ഞത് അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുകൊണ്ടാണ്. അമ്മ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് കണ്ടെത്തി അമ്മയ്ക്ക് നിന്നോട് സ്നേഹമില്ല എന്ന് നീ ചിന്തിച്ചു. ആക്ച്വലി നിന്നെ കണ്ടുപിടിക്കാൻ സഹായമായതുപോലും നിന്റെ അമ്മയും എൻ്റെ അമ്മയും ചേർന്ന് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഡിവൈസാണ്. ഈ ഒരു ഡിവൈസിന്റെ സഹായത്താലാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയതെന്ന് ആ കണ്ണാടി പെണ്ണ് പറയും. കൊവാക്കിയാണെങ്കിൽ ഹേമാവരിയുടെ ആ ഒരു ചെയിൻ അത് അവൾക്ക് തിരികെ കൊടുക്കുകയാണ്. അതിനുശേഷം ഹാപ്പി ആയിട്ട് എല്ലാവരും അവിടുന്ന് കടന്നു പോകാനായിട്ട് തുടങ്ങും. അപ്പൊ ലോങ് ഷോട്ടിലായി ഏതോ ഒരുത്തൻ പ്രിൻസസിനെ തന്നെ അങ്ങനെ ടെററായിട്ട് നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.